മേത്തി ചപ്പാത്തിയാണ്. അതിന് ഞാൻ ഉലുവൻ്റെ ഇല ഇതുപോലെ ഒരു വലിയ കെട്ട്, നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു കെട്ടായിട്ട് തന്നെ കിട്ടുക, അതുപോലെ ഒരു കെട്ടായിട്ടുള്ളൊരു ഉലുവൻ്റെ ഇലയാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ തന്നെ തണ്ടൊക്കെ ഒന്ന് മാറ്റി, ചെറിയ ചെറിയ തണ്ടുണ്ടായിക്കോട്ടെ കുഴപ്പമില്ല, ഇലയൊക്കെ ഒന്ന് പതുക്കെ പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് വലിയ തണ്ടൊക്കെ നമുക്കിതുപോലെ പൊട്ടിച്ച് മാറ്റി വയ്ക്കാം. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ, മിക്ക സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് മുളപ്പിച്ചെടുക്കാം, നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഉലുവ എടുത്തിട്ട് ഒരു 4 മണിക്കൂറോളൊക്കെ വെള്ളത്തിലിട്ട് വയ്ക്കുക. അത് വെള്ളത്തിലിട്ടതിന് ശേഷം ചകിരിച്ചോറും മണ്ണും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള, നമ്മൾ ചെടികളൊക്കെ നടുന്ന പോലെ തന്നെ മിക്സ് ചെയ്തിട്ടുള്ള ആ മിക്സിയിലേക്ക് മണ്ണിലേക്ക് ഇട്ട് പാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 4 ദിവസം ആകുമ്പോഴത്തേക്കും തന്നെ ഇത് മുള വന്നു തുടങ്ങും. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഇതുപോലെ വളർന്ന് വലുതായി കിട്ടും. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഞാൻ എല്ലാ ഇലയും നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി അതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മതിയാവും ഓയിൽ ഒഴിച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ഒരു കെട്ടുണ്ടെങ്കിൽ തന്നെ അത് വഴറ്റി വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി നമുക്കിത് ചൂടാറാൻ മാറ്റി, ഇത്ര ആയാൽ മതി, ചെറുതായി ഒന്ന് വാടിയാൽ മതി, സോഫ്റ്റ് ആയാൽ മതി, മാറ്റി വയ്ക്കാം. പിന്നെ 2 കപ്പ് പൊടിയാണ് ആട്ട എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. പിന്നെ ഞാൻ ഈ ഇതിലേക്ക് ഉലുവല വാട്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷം. അതിലേക്ക് ആ പാനിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ 2 കപ്പിന് ഒരു 1.25 കപ്പോളം വെള്ളം എടുത്തൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അത് തിളപ്പിച്ചിട്ട് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് അത് കുഴയ്ക്കുന്നത്. അതെല്ലാം നമുക്ക് നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് കുഴക്കണമെങ്കിൽ കുഴയ്ക്കാം. പക്ഷേ ചൂടുള്ള വെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി സോഫ്റ്റായിട്ട് നല്ല വൈകുന്നേരം വരെയൊക്കെ ഇരിക്കും. അതേസമയം നമ്മൾ പച്ചവെള്ളത്തിലാണ് കുഴക്കണമെന്നുണ്ടെങ്കിൽ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ ഹാർഡായി പോകും, ചുട്ടപ്പം തന്നെ കഴിക്കേണ്ടി വരും. ഇതിപ്പോൾ ചുട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നാലും നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയാവും ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേശ്ശെ ഇപ്പോൾ ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ തിളപ്പിച്ചെങ്കിലും കൂടിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് പതുക്കെ സ്പൂൺ വെച്ച് ഇളക്കി എടുക്കുക. എന്നിട്ട് ഒന്ന് ചെറിയതായിട്ട് ചൂടാറിയതിന് ശേഷം നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ, അത് നിങ്ങൾക്ക് ഒലിവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, എന്ത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഓയിലും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഈ ഉലുവൻ്റെ ഇല ഷുഗർ കൺട്രോൾ ചെയ്യാനും പിന്നെ കൊളസ്ട്രോളിനൊക്കെ വളരെ നല്ലതാണ്. ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഈ ഉലുവൻ്റെ ഇല കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഇടയ്ക്ക് വാങ്ങിച്ചിട്ട്, നമുക്ക് ഉലുവ ഇല വാങ്ങിച്ച് ഇതുപോലെ കഴിക്കുമ്പോൾ നമുക്ക് കയ്പ്പ് രസം ഒന്നും അറിയില്ല. ഇത് ഞാൻ നന്നായി കുഴച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടി തടവിയിട്ട് ഒന്ന് ഹാഫ് ആൻ അവർ ഞാനിതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഒരു ഹാഫ് ആൻ അവർ മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ച് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. എണ്ണ മുകളിൽ തടവി വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡ്രൈ ആവില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് എണ്ണ തടവിയിട്ട് മാവ് കുഴച്ചതിന് ശേഷം എണ്ണ തടവി വെക്കുന്നത്. ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നിങ്ങൾ ചപ്പാത്തിയുടെ വലിപ്പമൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കാം. അപ്പോൾ ചപ്പാത്തി ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്താൽ മതിയാവും. ഇതൊന്ന് ബോൾസാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് നമുക്ക് പരത്തിയെടുക്കാം. അത് ഞാൻ കുറച്ച് പൊടി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അത് ഓരോരോ ബോൾസ് എടുത്ത് ഈ പൊടിയിലൊന്ന് പതുക്കെ റോൾ ചെയ്ത് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്ന അതേപോലെ തന്നെ പരത്താം. ഇത് നമുക്ക് വീട്ടിൽ തന്നെ മുളപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ഓരോ ചട്ടിയിൽ മുളപ്പിച്ച് മുള വന്നു കഴിയുമ്പോൾ അടുത്ത ചട്ടി പാകുക, അങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ചെയ്യാവുന്നുള്ളൂ. വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിലും മിക്ക സൂപ്പർ മാർക്കറ്റിലും ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും ഇത് ചപ്പാത്തി കഴിക്കുമ്പോൾ. ഉലുവേൻ്റെ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. പിന്നെ നല്ലൊരു കയ്പൊന്നും ഉണ്ടാവും. പിന്നെ ഈ ഉലുവേൻ്റെ ഇല മുളപ്പിച്ച് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്കെന്താ വെച്ചാൽ പരിപ്പിട്ടിട്ട് മുരിങ്ങയില വെക്കുന്ന പോലെ തന്നെ ഉലുവേൻ്റെ ഇല ഉണ്ടാക്കാം. അതുപോലെ തോരൻ ഉണ്ടാക്കാം. അങ്ങനെ ചിക്കനൊക്കെ കറി വയ്ക്കുമ്പോൾ ചേർക്കാം. അങ്ങനെ പല രീതിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഇട്ടിട്ട് ചെറുതായി ഒന്ന് ആവി വന്ന് തുടങ്ങുമ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ സൈഡ് തിരിച്ചിട്ടതിന് ശേഷം എല്ലാ ഭാഗവും ഒന്ന് ഇങ്ങനെ അമർത്തിയിട്ട് ഒന്ന് ആ സൈഡൊന്ന് ചെറുതായി ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. ചെറിയതായിട്ടൊന്ന് കളർ മാറ്റി എടുക്കുന്നുണ്ട്.
അധികം വേണ്ട, ചെറുതായി ഒന്ന് കളർ ഇതായാൽ മതി, മുരിഞ്ഞാൽ മതി. എന്നിട്ടൊന്ന് പൊള്ളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പതുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ പൊള്ളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താം, നെയ്യ് ചേർക്കണം എന്ന് ഇഷ്ടമുള്ളൂ. പക്ഷേ നെയ്യ് ചേർത്താലൊരു ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നെയ്യൊക്കെ ചേർത്ത് ഇതുപോലെ ഉലുവൻ്റെ ഇലയൊക്കെ വെച്ചിട്ടുള്ള ചപ്പാത്തി കൊടുക്കുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കും. കുട്ടികൾക്ക് കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഈ ഇല അതിൽ മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കുന്നു. താങ്ക് യു.